ടിംബാക്ടോ, are you ready? Ready, boss. കൊള്ളാം. ഇതാ പിടിക്ക്, ഈ ഗ്ലൗസ് അണിയ. ബോസ് എന്റെ ബോഡി ഇപ്പം മെറ്റലായി മാറിയിരിക്കുക. ഈ മെറ്റൽ ഷീൽഡ് വീറിന്റെ ഇലക്ട്രിക് മാഗ്നറ്റിക് റേസിൽ നിന്നും രക്ഷിക്കാം. ഇതിന്റെ ശരിക്കുമുള്ള പവർ ആ ഗ്ലൗസിനുള്ളിലാണുള്ളത്. ഏത് തരത്തിലുള്ള പവേഴ്സ് ആണ് ബോസ്? ടിംബാക്ടോ, നിന്റെ കയ്യിലുള്ള മെറ്റൽ ഗ്ലൗസ് കൊണ്ട് നീ ഏതെങ്കിലും ഒരു മനുഷ്യനെ തൊട്ടു കഴിഞ്ഞാൽ അയാൾ ഉടനെ തന്നെ ഭയങ്കരമായ ഷോക്ക് അടിക്കുന്നതാണ്. പിന്നെ മെഷീനിൽ നീ തൊടുകയാണെങ്കിൽ ആ മെഷീനിനുള്ളിലെ എല്ലാ പവേഴ്സും നിന്റെ അകത്തേക്ക് വന്നു ചേരും. ആ പവേഴ്സ് ഒരു പക്ഷെ ബാറ്ററിയുടേതായിരിക്കും, അല്ലെങ്കിൽ അത് ഇലക്ട്രിക് ആയിരിക്കും. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ചെല്ലോ, ചെന്ന് പ്രേം സഹായുടെ റോബോട്ട് വീറിനെ കണ്ട് നല്ലൊരു ഷേക്കൻഡ് കൊടുക്കോ. അവന്റെ പവർ എല്ലാം നിന്റെ കയ്യിൽ എത്തിച്ചേരും. പിന്നെ നീ അവനെ പോക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നേക്ക്. നോക്കി നിൽക്കാതെ പോടോ. ഓക്കെ ബോസ്, വിഷ് മീ ലക്ക് ബോസ്. ഓക്കെ. ഇത് ടിംബക്ടു ആണല്ലോ. വീറിനെ പിടിക്കാൻ എന്തോ പവറായിട്ട് വന്നതാ. വീറിനെ ഇത് അറിയിച്ചേ പറ്റൂ. ഞാൻ വളരെ ശക്തിശാലിയായി മാറുകയാണ്. ഞാൻ ബലവാനായി കഴിഞ്ഞു. ഇംലി, ഇയാളെ ഇവിടുന്ന് എവിടെങ്കിലും ദൂരേക്ക് കൊണ്ടുപോകണം. എല്ലാവരുടെയും മുന്നിൽ എന്റെ പവർ എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. വീർ, ജിണ്ടുവിനെ വിളിക്ക്. 7 ദിവസമായി അവൻ വീട്ടിൽ പോയിട്ട് ഒരു ഫോണ് പോലും ചെയ്തിട്ടില്ല. അതേ വീർ, അവനില്ലാത്തോണ്ട് ഒരു രസമില്ല. ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിക്കാലോ. അവൻ നമ്മളെല്ലാവരെയും മറന്നുപോയി. ഞാൻ വിരൽ നൊടിക്കുന്ന ശബ്ദം കേട്ട് അവൻ വരുന്നില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. ജിൻഡു, ജിൻഡു നീ എവിടെയാ? ജിൻഡു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ജിൻഡു. വീർ, ഞാൻ ഒത്തിരി നാൾക്ക് ശേഷമാ വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് ഇവര് തിരിച്ചു വിടുന്നില്ല. ഞാൻ ഇപ്പൊ വരാം, കുറച്ചു നേരം കാത്തിരിക്കെ. ഒന്ന് വേഗം വാ ജിൻഡു, നീ ഇല്ലാതെ ഞങ്ങൾക്ക് ബോറടിക്കുക. ഞാൻ വേഗം വരാം. വേഗം വരണേ, ഞങ്ങളെല്ലാവരും നിന്നെ കാത്തിരിക്കുക. എന്നാ പിന്നെ ഇനി കുറച്ചു ദിവസം ഞാൻ വീറിന്റെ കൂടെ നിക്കാം. പക്ഷെ യജമാനനില്ലാതെ ഇതിന് പുറത്തു കിടക്കാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യാ? ജിൻഡുവിന്റെ സഹായം തേടേണ്ടി വരും. ഹായ് ജിൻഡു, നിനക്ക് സുഖാണോ? പിണ്ടു, നീ എന്തായി ചെയ്യുന്നേ? ഇങ്ങനെ ഒന്നും ചെയ്യരുത് പിണ്ടു. നീ ഇത്രയും നാള് അടിച്ച് പൊളിച്ചില്ലേ, ഇനി ഞാനൊന്ന് അടിച്ച് പൊളിക്കട്ടെ. ഇന്ന് മുതൽ വീർ എന്റെ യജമാനാണ്. നീ കുറച്ചു നാള് ഈ ബോട്ടിലിനകത്ത് തന്നെ കിടന്നോ. ജിൻഡു വേഗം തന്നെ ഇങ്ങോട്ട് വരും. ഞാൻ ഇപ്പൊ അവനോട് സംസാരിച്ചിട്ട് വരുന്ന വഴിയാ. ദേ നോക്ക്, ജിൻഡു വരുന്നുണ്ട്. ഹായ് ജിൻഡു, നീ വീട്ടിൽ പോയപ്പോ ഞങ്ങളൊക്കെ മറന്നുപോയോ? ഇത് ഇമ്മിലി ആയിരിക്കും. അപ്പൊ അത് ചുൾബുൾ. ഇവരുടെ കാര്യമായി ഇടയ്ക്കിടയ്ക്ക് ജിൻഡു എന്നോട് പറയാറുള്ളത്. ഹായ് എംലി,
സോറി, വരാൻ ഇത്തിരി വൈകിപ്പോയി. എങ്ങനെ എവിടെ വന്നേന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. ആരും എന്നെ പോകാൻ അനുവദിക്കുന്നേ ഇല്ലായിരുന്നു. വീർ, എയ്റോപ്ലെയിന്റെ ഭക്ഷണങ്ങളൊക്കെ നല്ലതാണ് കേട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഷിംലയിൽ പ്ലെയിനിൽ വന്നില്ലേ, അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് കിട്ടിയേ. ടേസ്റ്റി ഭക്ഷണങ്ങൾ. വരൂ, നമുക്കെല്ലാവർക്കും പോയി കഴിക്കാം, കൈയടിച്ചുകൊണ്ട്. ആ ടിംബക്ടുവിന് ഒരു കാര്യത്തിലും കൊള്ളില്ല. ഈ റോബോട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ജാമ്പ്. ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ. വെരി ഗുഡ്. ഇനി ഇതിന് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എടാ ടിംബക്ടു, നീന്താനോ? വെള്ളം എവിടെ? വെള്ളം എവിടെ? ഓ, ഇതിനപ്പോൾ മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനുള്ള കഴിവുമുണ്ട്. മോന എവിടെ? മോനാ, നീ ഇത് കണ്ടില്ലേ? ഞാൻ ഉണ്ടാക്കിയ റോബോട്ടിന് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനും കഴിയും. വെള്ളം എവിടെ? വെള്ളം എവിടെ? മോന, ഞാൻ ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിന് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാൻ കഴിയും. ഞാൻ അതിനോട് നീന്താൻ പറഞ്ഞു. അപ്പോൾ എന്നോട് വെള്ളം എവിടെയെന്ന് ചോദിച്ചു. വെള്ളം എവിടെ? വെള്ളം എവിടെ? ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. ഗുഡ് മോർണിംഗ് ബോസ്. കണ്ടില്ലേ മോന, കണ്ടില്ലേ? എന്നോട് ഗുഡ് മോർണിംഗ് പറയുന്നത് കണ്ടില്ലേ? ഇതിന് ഗുഡ് മോർണിംഗ് പറയാനൊക്കെ അറിയാം. ബോസ്, നിങ്ങൾ ജീനിയസ് ആണ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ് ആണ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ടിംബക്ടുവിനെ പോലെ തന്നെ വളരെ വളരെ ശരിയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് സന്തോഷമായി, വളരെ വളരെ സന്തോഷമായി. ഇനി അടുത്തതായി ഇതിന് വികാരങ്ങൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഇതിന് വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇതൊരു പെർഫെക്റ്റ് ഹ്യൂമനോയിഡ് റോബോട്ട് ആണ്. പെർഫെക്റ്റ് ആണ്. വെള്ളം ഇവിടെയുണ്ട്, വെള്ളം ഇവിടെയുണ്ട്. ഗുഡ് മോർണിംഗ് ബോസ്. ഓ, രാവിലെ തന്നെ നിന്റെ മോന്തയല്ലടാ കണി കണ്ടത്. പിന്നെ എങ്ങനെ ഇന്നത്തെ ദിവസം നന്നാവും? മാത്രമല്ല, നീ ഇത് എന്ത് കോലത്തിലാ വന്നിരിക്കുന്നതാ? ബോസ്, ഫുർസത്ഗഞ്ചും ഫാൽത്തുഗഞ്ചും തമ്മിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കാൻ പോവാണ്. ഇത് എല്ലാ വർഷവും നടക്കുന്ന ഫുട്ബോൾ മാച്ചാ. ഞാൻ പൊക്കോട്ടെ ബോസേ. എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടാ. കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഫുട്ബോൾ കളിക്കുമായിരുന്നു ബോസ്. എടാ, നീ ഫുട്ബോൾ കളിക്കുമായിരുന്നോ അതോ നിന്നെ ഫുട്ബോൾ ആക്കി നാട്ടുകാരെല്ലാം കൂടി കളിക്കുമായിരുന്നു? ഫുർസത്ഗഞ്ചിലെ ഫുട്ബോൾ മാച്ചാണ്. അപ്പോൾ ആ പ്രേം സഹായിയുടെ റോബോട്ട് തീർച്ചയായും അവിടെ വരുന്നതാണ്. ഇത്തവണ അതിന് രക്ഷപ്പെടാനാവില്ല. സോറി ബോസ്, ഞാൻ വേണമെങ്കിലൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ ഓരോ തവണ ശ്രമിക്കുമ്പോഴും എനിക്ക് അവനെ പിടിക്കാൻ പറ്റാതെയാണല്ലോ വരുന്നത്. ഇത്തവണ നീ ഒറ്റയ്ക്കല്ല അവനെ പിടിക്കാൻ പോകുന്നത്. ഫുർസത്ഗഞ്ചിന് വേണ്ടി കളിക്കാൻ പോകുന്ന കളിക്കാരെ മുഴുവൻ നീ കളിപ്പിക്കുന്ന പോലെ ആയിരിക്കും മാച്ച് കളിക്കുക. ഇത് നോക്കടാ, റെഡ് ടീമും ബ്ലൂ ടീമും. ബ്ലൂ ടീം ഫുർസത്ഗഞ്ചിലെ ടീമാണ്, റെഡ് ടീം ഫാൽത്തുഗഞ്ചിലെ ടീമാണ്. മനസ്സിലായോടാ? പക്ഷേ ബോസ് പറയുന്നത് പോലെ ഈ ഫാൽത്തുഗഞ്ചിലെ ടീം ഞാൻ പറയുന്നത് പോലെ എങ്ങനെയാണ് കളിക്കുന്നത്? ഇത് മനസ്സ് കൺട്രോൾ ചെയ്യുന്ന റോബോട്ടുകളാണ്. ഇത് ഫാൽത്തുഗഞ്ചിലെ കളിക്കാരുടെ ദേഹത്ത് ഒട്ടിച്ചു വെക്കും. അങ്ങനെ അവരുടെ മനസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അവരെല്ലാം റോബോട്ടുകളെ പോലെ ആകും. നീ എന്തൊക്കെ കമാൻഡ്സ് കൊടുത്താലും അവരതൊക്കെ അനുസരിക്കുന്നതാണ്.
കളിപ്പിക്കാവോ പ്ലീസ്? എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാ. ഈ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനെ ഞാൻ അറിയാവോ? വേറെ ആരെ ടീമിലെടുത്താലും നിങ്ങളെ രണ്ടുപേരും ഞാൻ ഒരിക്കലും ടീമിലെടുക്കില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ എല്ലാ ബോളിലും 4ഉം 6ഉം ഒക്കെ അടിക്കും. ഐ പ്രോമിസ്. ഇംലി, ഇത് ഫുട്ബോൾ ആണ്, ക്രിക്കറ്റ് കളിയല്ല. ഇതില് ഗോളാ അടിക്കാറ്, 4ഉം 6ഉം അല്ല. ആഹാ, ഞാൻ അത് തന്നെയാ പറഞ്ഞേ. ഫുട്ബോളിൽ നീ 6 അടിക്കോ? ഇവളപ്പൊ ഫുട്ബോൾ കളിക്കാൻ ബാറ്റും ചോദിക്കും.